വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ആണ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി പാർട്ട് ഡിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ ഷുവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന പാർട്ട് സിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ടോട്ടൽ 8 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 6 ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കണം. ഒരു ചോദ്യത്തിന് 5 മാർക്ക്. സോ ഇതിൽ 5 തിയറി ചോദ്യങ്ങളും 3 പ്രോബ്ലംസ്, അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ 4 പ്രോബ്ലംസ് 4 തിയറി ചോദ്യങ്ങൾ. മോസ്റ്റ്ലി 5:3 ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലാദ്യം തിയറി ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കി വയ്ക്കുക, ലിമിറ്റേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ പറ്റിയിട്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, അത് നോക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ 5 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെയിലേക്കും വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ എന്തായാലും ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ ഏരിയയിൽ തന്നെ പ്രോബ്ലമായിട്ട് ജേണൽ എൻട്രീസ് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോബ്ലം പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ സിമ്പിളോ ഡബിളോ മിക്കതും സിമ്പിളിനെ ഒരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം. ജേണൽ എൻട്രിയാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. അതാണ് മറ്റൊരു ചോദ്യം. നെക്സ്റ്റ് ഡിപ്രീസിയേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, കോസസ്, അത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടൻസോ കോസസോ. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്, അതിൽ തന്നെയുള്ളതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്നും പറയും നമ്മൾ, ആൻഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് WDV അല്ലെങ്കിൽ ഡിമിനിഷിങ് വാല്യൂ മെത്തേഡ് ഉണ്ട്, WDV. ഞാൻ WDV ഇതാണല്ലോ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഇത് നമ്മളുടെ ഡിഫറൻസ് മറ്റൊരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായും പഠിക്കുക കേട്ടോ. ഇനിയുള്ളത് പ്രോബ്ലം ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നോക്കി വയ്ക്കുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മെഷീനറി അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോബ്ലം, അസറ്റ് അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് ചോദിക്കാം. അപ്പോൾ അതാണ് ആ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്, ദെൻ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ കീ എലമെൻറ്റ്സ് എന്നൊക്കെ എടുത്ത് ചോദിക്കാം. കീ എലമെൻറ്റ്സിനോ അതല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചോദിക്കാം. ഓക്കെ, അതാണ് മറ്റൊരു ചോദ്യം. പിന്നെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ അതിൽ പാർട്ട്ണർഷിപ്പ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് നിർബന്ധമായും പഠിച്ചു വയ്ക്കണം കേട്ടോ. പാർട്ട്ണർഷിപ്പ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് നിർബന്ധമായും നോക്കുക. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ട്, അത് നിർബന്ധമായി നോക്കിയിരിക്കണം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് മിക്കപ്പോഴും വരാറുള്ളതാണ്, റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇതിൻ്റെ കണ്ടൻസ് ഉണ്ട്, അത് ചിലപ്പോൾ SAക്ക് ചോദിക്കാം. അപ്പോൾ കണ്ടൻസ് ഒക്കെ എന്തെങ്കിലും നോക്കാം. അപ്പോൾ ഡീഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് മറ്റൊരു ചോദ്യം. ഇനി നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ഏരിയയിൽ നിന്ന് തന്നെ മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട് ചോദിക്കാം.
മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ചോദിക്കാം. പിന്നെ പ്രോബ്ലം വരുന്നുണ്ട് അതിലിപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷനോ അതല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ, അതിനെ റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഗുഡ് വിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗുഡ് വില്ലിൻ്റെ പ്രോബ്ലം അതല്ലെങ്കിൽ തിയറി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെത്തേഡ് എടുത്തിട്ട് വേണമെങ്കിൽ ചോദിക്കാം. മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വില്ല് കഴിഞ്ഞ പ്രാവശ്യം മെസ്സേജ് ചോദിച്ചതാണ്. അപ്പോൾ ഗുഡ് വില്ലിൻ്റെ ഏതെങ്കിലും ഒരു മെത്തേഡ് റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം അതുപോലെ തന്നെ അതിൻ്റെ തിയറിയും ചോദിക്കാം. നിർബന്ധമായും പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിൽ തന്നെ പറയാനുള്ളതാണ് റേഷ്യോ ഉണ്ട് അതിൽ. സാക്രിഫൈസിങ് റേഷ്യോ, ന്യൂ റേഷ്യോ, അതുപോലെ തന്നെ ഗെയിനിങ് റേഷ്യോ. അപ്പോൾ ഏതെങ്കിലും ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ, അതുപോലെ തന്നെ ഗെയിനിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ ഉണ്ട്, ഗെയിനിങ് റേഷ്യോ. പ്രോബ്ലം പ്രതീക്ഷിക്കാം, നോക്കിയിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അത് 2 മാർക്കായിട്ടോ 5 മാർക്കായിട്ടോ എങ്ങനെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഗ്യാപ്പ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ചിലപ്പോൾ 2 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരു ഇപ്പോൾ ബിസിനസ് എൻറ്റിറ്റിയോ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റോ ഡ്യുവൽ ആസ്പെക്റ്റോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണവും എടുത്ത് ചോദിക്കുക. അതല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ചോദിക്കാം. ഇപ്പോൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അപ്പോൾ ഗ്യാപ്പ് എന്തായാലും പഠിച്ചു വയ്ക്കണം കേട്ടോ. അത് ഏതെങ്കിലും ഒരു പാർട്ടിൽ ചോദിക്കാം. അപ്പോൾ അത് എന്തായാലും നോക്കണം, സ്കിപ്പ് ചെയ്യരുത്. സോ ഇതൊക്കെയാണ് നമ്മൾ 5 മാർക്സിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. സോ ഇതിലാദ്യം പറയാനുള്ളത് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ആണ്, അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ്, പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ജേർണൽ എൻട്രി, ക്യാഷ് ബുക്ക്, ഇതിൻ്റെ പ്രോബ്ലം, ഡിപ്രീസിയേഷനെ റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ തിയറി ഉണ്ട് പറഞ്ഞു ഞാൻ. പ്രോബ്ലം നോക്കുക, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ തിയറി നോക്കണം, പിന്നെ പാർട്ണർഷിപ്പ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പാർട്ണർഷിപ്പ് ഡീഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്, P&L അപ്രോപ്രിയേഷൻ്റെ പ്രോബ്ലം നോക്കി വയ്ക്കുക, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതിൻ്റെ പ്രോബ്ലം, പിന്നെ ഗുഡ് വില്ലിൻ്റെ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ തിയറി, പിന്നെ കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ പ്രോബ്ലം, പിന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരെണ്ണം കൂടിയും പറയുന്നു, P&L അപ്രോപ്രിയേഷൻ്റെ പ്രോബ്ലം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടു. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്രോബ്ലവും നോക്കി വയ്ക്കുക. ഓക്കെ, സോ ഇതാണ് പറയാനുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 1 and 2 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലെത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.